തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും കാലങ്ങളാണ് നമുക്കെന്നും നോമ്പുകാലം. അതിനുതകുന്ന ചിന്തകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് സമയം കണ്ടെത്തി എല്ലാവരും ഇത് കേൾക്കുകയും കേട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്കായി അത് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ അവരും ഇത് കേട്ട് ധ്യാനത്തിലേക്ക് കടന്നു വരാനിടയാവുക. ഇന്ന് അച്ഛൻ പങ്കുവയ്ക്കാൻ ഉതകുന്ന ആഗ്രഹിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 58-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. ഒരുപക്ഷെ ഈ 50 നോമ്പിൽ ചിന്തിക്കാൻ പറ്റുന്ന വചനഭാഗമാണ് ഇത്. ഏതാണ്ട് 8 കാര്യങ്ങൾ ഈ നോമ്പ് കാലത്ത് അനുവർത്തിക്കേണ്ടത് നമ്മോട് പറയുന്ന വചനങ്ങളാണ് ഇതെല്ലാം. ആ 8 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് അച്ഛൻ പറയും. ഓരോന്നും മനസ്സിൽ കുറിക്കുക, ധ്യാനിക്കുക. അങ്ങനെ ഈ നോമ്പുകാലം ഒരു ആത്മീയ വിചാരത്തിന്റെ കാലമായി മാറട്ടെ. അങ്ങനെ അതിലൂടെ ക്രിസ്തു അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിന്റെ പീഡാനുഭവ ഉത്ഥാന രഹസ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലയളവിൽ അതിലേക്ക് നമ്മളെ കടന്നു വരുമ്പോൾ ഈ നോമ്പുകാലം അതിനുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. 8 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഇതാണ്: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക. ലൂസ് ദ ചെയിൻസ് ഓഫ് ഇൻജസ്റ്റിസ്. ഇൻജസ്റ്റിസ് മലയാളത്തിൽ അത് ദുഷ്ടതയുടെ എന്നാണ് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദുഷ്ടത നമ്മിൽ ഉണ്ടാകാതിരിക്കും. മറ്റുള്ളവരോട് ജസ്റ്റ് അല്ലാത്ത കാര്യങ്ങളൊന്നും ഈ നോമ്പുകാലത്ത് ചെയ്യാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നുകത്തിന്റെ കയറുകൾ അഴിക്കുക. അൺടൈ ദ കോർഡ്സ് ഓഫ് യോക്ക്. ഒരു ബന്ധനങ്ങളും ഇല്ലാതിരിക്കുക. നുകം എന്നുള്ളത് നമുക്കറിയാം ബന്ധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെതായ ബന്ധനങ്ങളില്ലാതെ ക്രിസ്തുവിലുള്ള ബന്ധനത്തോടു കൂടിയായിരിക്കണം. രണ്ടും ചേർന്ന് പോകില്ല. ഈ നോമ്പുകാലം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുവിന്റെ വഴിത്താരകളിലൂടെയുള്ള ഒരു യാത്ര. അപ്പൊ ആ ബന്ധനങ്ങൾ ഇല്ലാതിരിക്കുക. മൂന്നാമത്തേത് മർദ്ദിതരെ സ്വതന്ത്രരാക്കുക. സെറ്റ് ദി ഒപ്രസ്ഡ് ഫ്രീ എന്നുള്ളതാണ്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനങ്ങളൊക്കെ പറയുന്നത്. അക്കാലത്ത് അടിമകളുടെ ഒരു കാലമായിരുന്നു. വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമകള്. ആ അടിമകള് ഓരോ വീട്ടിലും അടിമപ്പണി ചെയ്യുന്നവരാണ്. അവരെ ഫ്രീ ആക്കുക. ആ ഒരു ഫ്രീഡം മറ്റുള്ളവർക്കായി നൽകാൻ കഴിയുക എന്നുള്ളതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് എല്ലാ നുകങ്ങളും ഒടിക്കുക. അതായത് ബ്രേക്ക് എവറി യോക്ക് എന്നാണ്. അതായത് എല്ലാ ബന്ധനങ്ങളും ഇല്ലാതാകണം. അങ്ങനെ ബന്ധനങ്ങളെല്ലാം ഒടിച്ചു കളഞ്ഞ് ഇല്ലാതാക്കുമ്പോഴാണ് ഈ നോമ്പുകാലത്തിന്റെ ഫലദായകമായ അന്തരീക്ഷത്തിലേക്ക് നമ്മളൊക്കെ കടന്നു വരിക. ഇതെല്ലാം 6-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്ന 4 കാര്യങ്ങളാണ്. അനീതി ഉണ്ടാകരുത്, ദുഷ്ടതയുണ്ടാകരുത്, ബന്ധനങ്ങൾ ഉണ്ടാകരുത്. ഇതെല്ലാം ഇല്ലാതാക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ നോമ്പ് എന്ന് നമ്മെ പഠിപ്പിക്കും. ഇനി 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ആശയങ്ങളും ചിന്തകളുമാണ് നോമ്പുകാലത്തിൻ്റെത് നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-7 വാക്യങ്ങൾ
ഈ നോമ്പുകാലത്ത് നമുക്ക് പരിചിന്തനത്തിന് പറ്റുന്നതാണെന്ന് അച്ഛൻ പറയാൻ കാരണം 7ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം, അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുമ്പോൾ 5ാമത്തെ കാര്യം, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക. ഷെയർ യുവർ ഫുഡ് വിത്ത് ഹംഗ്രി പീപ്പിൾ. അതൊരു വലിയ പുണ്യമാണ്, നമുക്കറിയാം. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തികളിൽ ഒന്നായി കാണുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തികളിൽ ഒന്നായി കാണുന്ന ഒരു കാര്യമാണ്. അച്ഛൻ ഡൽഹിയിലായിരിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം തെരുവിലൂടെ സ്ട്രീറ്റ് ചിൽഡ്രന്റെ ഇടയിലും സ്ട്രീറ്റ് പീപ്പിളിന്റെ ഇടയിലും വർക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. 2013 മുതൽ 15 വരെയുള്ള കാലയളവ്. അക്കാലത്ത് എനിക്ക് എന്ത് കിട്ടുമ്പോഴും ഞാനത് അവർക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു ദീപാവലി ദിനത്തിൽ ഒരു പാക്കറ്റ് മിഠായി, ചോക്ലേറ്റ്സ് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നു. അച്ഛൻ ഉടനെ തന്നെ അതുമായി നേരെ സ്ട്രീറ്റിലേക്ക് പോയി തെരുവിൽ കഴിയുന്നവർക്ക് ഈ ദീപാവലി മധുരം പങ്കുവയ്ക്കാണ്. ഞാൻ ഒരാൾക്ക്, ഒരു ക്ഷീണിച്ച് അവശരായി കഴിയുന്ന, തെരുവിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഞാനത് കൊടുത്തു. കുറച്ച് മധുരം കൊടുത്തപ്പോൾ അദ്ദേഹം അത് കഴിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്താണ് കഴിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, അപ്പുറത്ത് മാറി ഒരു ഷെഡ് പോലെയുള്ള ടർപോളിൻ കൊണ്ട് അതിന്റെ അടിയിലാണ് ആ മനുഷ്യൻ താമസിക്കുന്നത്. അവിടെ ഇതുപോലെ വയ്യാതെ കിടപ്പ് കിടക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാനിത് ആ സുഹൃത്തിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ അവനോടൊപ്പം തൊട്ടപ്പുറത്തുള്ള റോട്ടിൽ തന്നെ ഷീറ്റ് വെച്ച് വലിച്ചു കെട്ടി അതിന്റെ അടിയിൽ കിടക്കുന്ന സുഹൃത്തിന്റെ അടുത്ത് കുറെ നേരം ഞങ്ങളിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞ് മധുരം പങ്കുവെച്ച് പിന്നെ ഇടയ്ക്കിടെ ഞാൻ ചെല്ലും. നോക്കുക, തനിക്ക് കിട്ടിയത് മുഴുവൻ അപ്പുറത്ത് മാറി പങ്കുവെക്കാൻ കഴിച്ച ഒരു വലിയ മനസ്സ്. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തേത്, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുക. ഒത്തിരിയേറെ പേരുണ്ട് നമ്മുടെ ചുറ്റും. അത്ര എളുപ്പമല്ല ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുക എന്നുള്ളത്. പ്രൊവൈഡ് ദ പുവർ വാണ്ടറർ വിത്ത് ഷെൽട്ടർ എന്നാണ് ഇംഗ്ലീഷ്. ചെറുപള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ഒരു ഉച്ചനേരത്ത് ഒരു 12 മണി സമയത്ത് ബെല്ലടി കെട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷയാചിച്ചു വന്ന് ഞാൻ അദ്ദേഹത്തെ വരാന്തയിലെ കസേരയിലിരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്നവാ നമുക്ക് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് പോയി. അവിടെ എനിക്കായി കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ അദ്ദേഹത്തിന് ആദ്യം വിളമ്പി കസേരയിലിരുത്തി. ഇരിക്കാൻ മടിയായിരുന്നു. കസേരയിലിരുത്തി അദ്ദേഹത്തിന് വിളമ്പിക്കൊടുത്തു. എന്നിട്ട് ഞാനും എടുത്തു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പങ്കുവെച്ചു. അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്ന് വരെ ഇതുപോലെ എന്നെ സ്വീകരിച്ചിട്ടില്ല. എവിടെ ചെല്ലുമ്പോഴും ആട്ടിപ്പായിച്ചിട്ടേ ഉള്ളൂ. അച്ഛൻ ഈ മുറിയിലേക്ക് എന്നെ കൊണ്ടുവന്ന് ഊട്ടുമേശയിൽ ഇരുത്തി ഭക്ഷണം തരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സാരമില്ല എന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് അദ്ദേഹത്തിന് പണം എടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷെ പണത്തെക്കാളും വിലയുള്ളതാണ് അങ്ങ് എനിക്ക് തന്ന സ്നേഹം. പണത്തെക്കാളും വിലയുള്ളതാണ് അങ്ങ് എനിക്ക് തന്ന സ്നേഹമെന്ന് പറഞ്ഞ് എത്ര നിർബന്ധിച്ചിട്ടും അയാളെ പൈസ വാങ്ങിയില്ല. നോമ്പുകാലത്തെ പുണ്യങ്ങളിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നതിൽ 6ാമത്തേതാണ് ഭവനരഹിതരെ ഭവനത്തിൽ സ്വീകരിക്കുക. ഈ 7ാമത്തേത് നഗ്നനെ ഉടുപ്പിക്കുക. വെൻ യു സീ ദ നേക്കഡ് ടു ക്ലോത്ത് ദം എന്നാണ്. കർത്താവ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷ ഭാഗ്യങ്ങളിൽ
കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെയും ഒന്ന് ഇതാണ്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു പുണ്യം. ഈ എട്ടാമത്തേത് സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. നോട്ട് ടു ടേൺ അവേ ഫ്രം യുവർ ഓൺ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നാണ്. സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. ഇത് പാലിക്കുന്നവരാണ് യഥാർത്ഥ നോമ്പ് നോക്കുന്നവര്. അപ്പോൾ ഈ നോമ്പിന്റെ ആത്മീയ ചൈതന്യം ജീവിതത്തിൽ പകർത്തിയെടുത്ത് ആ നോമ്പുകാലം അതിൻ്റെതായ രീതിയിൽ വിനിയോഗിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.